ഒരു ഓട്ടോണമസ് കോളേജാണ്. ഇവരുമായുള്ള 4 വർഷത്തെ ജീവിതത്തിനുണ്ട്. അവരുടെ അക്കാദമിക നിലവാരം, അവരുടെ ജീവിതം, അവരുടെ ഓരോ കാര്യങ്ങളും കൃത്യമായി പഠിക്കാൻ കഴിഞ്ഞ ഒരു പ്രൊഫസർ പരീക്ഷയ്ക്ക് മുമ്പ് ഒരു രേഖ തയ്യാറാക്കി. ഇത്രയും കുട്ടികൾ ജയിക്കും, ഇത്രയും കുട്ടികൾ തോൽക്കും. ഈ രേഖ പ്രകാരം ഈ രേഖ ഇയാൾ മടക്കി സീല് ചെയ്ത് പ്രിൻസിപ്പളെ ഏൽപ്പിക്കുന്നു. പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഇദ്ദേഹം ജയിക്കുമെന്ന് പറഞ്ഞ എഴുതി വെച്ച ആളുകളെല്ലാം ജയിച്ചിരിക്കുന്നു. ഇദ്ദേഹം തോൽക്കുമെന്ന് എഴുതി വെച്ച ആളുകളെല്ലാം തോറ്റിരിക്കുന്നു. ഈ സമയത്ത് കുട്ടികളെ മുഴുവനും അദ്ദേഹം വിളിച്ചു വരുത്തി. എന്നിട്ട് പ്രിൻസിപ്പാളുടെ കയ്യിൽ നിന്ന് താൻ കൊടുത്ത സീല് ചെയ്ത കവർ വാങ്ങി പൊട്ടിച്ചിട്ട് കാണിച്ചു കൊടുത്തപ്പോ ഈ കുട്ടികളിൽ തോറ്റുപോയ കുട്ടികൾ പറയാന്ന് വിചാരിക്കുക, ഈ രേഖയിൽ നിങ്ങൾ എഴുതി വെച്ചത് കൊണ്ടല്ലേ ഞങ്ങൾ തോറ്റത്? അല്ല, ഇത് എഴുതി വെച്ചത് അദ്ദേഹത്തിന്റെ കഴിവാണ്, അറിവിന്റെ ഭാഗമാണ്. അള്ളാഹുവിനെ പ്രൊഫസറുടെ അറിവുമായി താരതമ്യം ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ ഈ പ്രൊഫസർ കുട്ടികളെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷയ്ക്ക് മുമ്പ് എഴുതിയത് അള്ളാഹുവിന്റെ അറിവ്, കാലങ്ങൾക്ക് അതീതമായ അറിവ്, നമുക്ക് അപഗ്രഥിക്കാൻ സാധ്യമല്ലാത്ത അറിവ്, അതിന്റെ പേരിലുള്ള രേഖ. ആ രേഖ തീർച്ചയായും നമ്മുടെ കർമ്മങ്ങൾ ആ രേഖ അനുസരിച്ചല്ല, മറിച്ച് നമ്മുടെ കർമ്മങ്ങൾക്ക് കാരണം ആ രേഖയല്ല, മറിച്ച് നമ്മുടെ കർമ്മങ്ങൾ അങ്ങനെയായിത്തീരുമെന്ന് അള്ളാഹുവിന്റെ അറിവിന്റെ ഭാഗമായതുകൊണ്ട് ഉള്ള രേഖയാണത്. ഇതാണ് രേഖയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ അതിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഒരു തലത്തിലും അത് ബാധിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് കാര്യമെടുക്കാം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേർക്ക് നേരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. പരിശുദ്ധ ഖുർആനും ആവർത്തിച്ച് പറയുന്നതാണ്. ആ സ്വാതന്ത്ര്യത്തെ രേഖ നേർക്ക് നേരെ ആക്രമിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ രേഖ വസ്തുതയാണ്. അത് അള്ളാഹുവിന്റെ ഇൽമിനെ പോലെ തന്നെ നമ്മുടെ അപഗ്രഥനത്തിന് വിധേയമല്ലെന്നും ആ രേഖ പ്രകാരമാണ് കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ന്. മൂന്നാമത്തെ കാര്യം മശീഅത്ത് അല്ലെങ്കിൽ ഇറാദത്താണ്, അള്ളാഹുവിന്റെ ഉദ്ദേശം. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നതെല്ലാം സൃഷ്ടിക്കാൻ കഴിയുന്നവനാണ്, ഉദ്ദേശിക്കുന്നതെല്ലാം ചെയ്യാൻ കഴിയുന്നവനാണ്. പടച്ചതമ്പുരാന് താൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവുക എന്ന് പറയേണ്ട ആവശ്യമേയുള്ളൂ. അപ്പോൾ അതുണ്ടാവും. അല്ലാഹുവിനെ ഇന്നമാ അംറുഹും ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. ഖുർആൻ 36-ാമത്തെ അധ്യായം സൂറത്തു യാസീനിലെ 82-ാമത്തെ വചനം, അവസാനത്തെ വചനത്തിന് നേരെ മുമ്പ്. അള്ളാഹുവിന് ഒരു കാര്യം ഉണ്ടാകണമെന്ന് വിചാരിച്ചാൽ, ഉദ്ദേശിച്ചാൽ, അത് ഉണ്ടാവുക എന്ന് നിർദ്ദേശിക്കേണ്ട കാര്യമേയുള്ളൂ. അതുണ്ടാകും. അള്ളാഹുവിന്റെ ഉദ്ദേശമനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. ഇതാണ് വിധിവിശ്വാസത്തിന്റെ മൂന്നാമത്തെ തലം. വിധിവിശ്വാസത്തിന്റെ ഖലാഖദറിലുള്ള വിശ്വാസത്തിന്റെ മൂന്നാമത്തെ തലം. പടച്ചവന്റെ ഉദ്ദേശത്തിന് വിധേയമായിട്ടല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നില്ല. ആ ഉദ്ദേശത്തിൽ
പെട്ടത് തന്നെയാണ് മനുഷ്യർക്ക് പടച്ചവൻ നൽകിയ സ്വാതന്ത്ര്യം. ആ ഉദ്ദേശത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യത്തിന് പ്രതിഫലം പടച്ച തമ്പുരാൻ നിശ്ചയിച്ചത്. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. 99-ാമത്തെ അധ്യായം സൂറത്തുൽ മുർസലയിലെ 7ഉം 8ഉം വചനങ്ങൾ നമുക്ക് പരിചയമുള്ളതാണ്. ഒരാൾ അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അത് കാണും, ഒരണുമണിത്തൂക്കം തിന്മ ഒരാൾ ചെയ്താൽ അയാളും അത് കാണും. അയാൾക്ക് ചെയ്യാൻ അയാളുടെ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെ ഭാഗമാണ്. ആ ഉദ്ദേശത്തിന് അതീതമല്ല. ഇത് മനസ്സിലാക്കാതെ ആ സ്വാതന്ത്ര്യം പടച്ച തമ്പുരാന്റെ ഉദ്ദേശത്തിൽ നിന്ന് ഭിന്നമാണ് എന്ന് കരുതിയതാണ് ഈ രംഗത്തെ ഒരു തരത്തിലുള്ള അഭിപ്രായ അന്തരങ്ങൾക്ക് കാരണമായത്. ഈ ഖദരിയാക്കളും ജബരീകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ ഈ ഉദ്ദേശം അള്ളാഹുവിന്റെ ഉദ്ദേശം തന്നെയാണ്, അള്ളാഹുവിന്റെ ഇറാദത്തിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മശീഅത്തിന്റെ ഭാഗം തന്നെയാണ് മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യം എന്നുള്ളത്. എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ സ്വാതന്ത്ര്യം നൽകാതിരിക്കാമായിരുന്നു മനുഷ്യന് ഈ സ്വാതന്ത്ര്യം നൽകാതിരിക്കുവാൻ അള്ളാഹുവിന് കഴിയും. പക്ഷെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത്. പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്ന കാര്യമാണ്. ലൗ ശാഅ റബ്ബുക്കും ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. നിന്റെ നാഥൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ഭൂമിയിലെ എല്ലാവരും വിശ്വസികളാകുമായിരുന്നു. ഈ ഭൂമിയിലെ മുഴുവൻ ആളുകളും. സൂറത്ത് യൂനുസിലെ 10-ാമത്തെ അധ്യായം 99-ാമത്തെ വചനം. ഈ ഭൂമിയിലെ എല്ലാവരും വിശ്വാസികളാകുമായിരുന്നു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. ആ ഉദ്ദേശം അള്ളാഹുവിനില്ല. എന്തുകൊണ്ട്? മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാണ്. നേരത്തെ പറഞ്ഞതുപോലെ മറ്റു ജീവികളെപ്പോലെ ഏകദാനമായ രൂപത്തിലല്ല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം നൽകുക എന്നത് മനുഷ്യാസ്തിത്വത്തിന്റെ നേരത്തെ സൂചിപ്പിച്ച നബ്തലീഹി എന്ന് പറഞ്ഞല്ലോ, പരീക്ഷണം. മനുഷ്യന് പ്രത്യേകമായി പടച്ച തമ്പുരാൻ നൽകിയ പരീക്ഷണവും മനുഷ്യന് പ്രത്യേകമായി പടച്ച തമ്പുരാൻ നൽകിയ ഔന്നത്യത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അങ്ങനെയാകുമായിരുന്നു. അപ്പൊ മനുഷ്യൻ ഇങ്ങനെ ആവൂല. മനുഷ്യന് സെലക്ട് ചെയ്യാൻ കഴിയൂല എന്നർത്ഥം. എല്ലാ കാര്യത്തിലും സെലക്ട് ചെയ്യാൻ മനുഷ്യന് സാധ്യമല്ലെങ്കിൽ മനുഷ്യന്റെ പുരോഗതിയോ നാഗരികതയോ ഒന്നും ഉണ്ടാകൂല. അതേപോലെ തന്നെ അധപ്പതനമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകൂല. അതേസമയം പടച്ച തമ്പുരാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. എന്നാൽ മനുഷ്യർക്ക് നേരത്തെ പറഞ്ഞ നന്മ ചെയ്ത് ഉന്നതരാകുവാനും തിന്മ ചെയ്ത് അധമരാകുവാനുമുള്ള കഴിവും സ്വാതന്ത്ര്യവും മനുഷ്യർക്ക് തെരഞ്ഞെടുക്കുവാനുള്ള അവസരവുമെല്ലാം പടച്ച തമ്പുരാൻ നൽകിയത് അവന്റെ ഉദ്ദേശത്തിന്റെ ഭാഗം തന്നെയാണ്. ഇതേപോലെ തന്നെ ഒരാൾ നന്മ സ്വീകരിച്ചാൽ നന്മയിലൂടെ അവൻ നയിക്കുന്നു എന്നതും തിന്മ സ്വീകരിച്ചാൽ തിന്മയിലൂടെ തന്നെ നയിക്കപ്പെടുന്നു എന്നതും അള്ളാഹുവിന്റെ ഉദ്ദേശം തന്നെയാണ്. സ്വീകരിക്കുക എന്നതാണ് മനുഷ്യന്റെ ഉത്തരവാദിത്വം. മനുഷ്യൻ ഹിദായത്തിലെത്തിയാൽ, പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്ന കാര്യം, ഹിദായത്ത് മനുഷ്യൻ സ്വീകരിക്കുന്നതാണ്. മനുഷ്യൻ ഹിദായത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഹിദായത്തിലൂടെ മനുഷ്യനെ നയിക്കുന്നത് പടച്ച തമ്പുരാനാണ്. അല്ലദീന യഹ്ദിയഹും സാദഹുമുൽ ഹുദാ.
പരിശുദ്ധ ഖുർആൻ 47-ാമത്തെ അധ്യായം സൂറത്ത് മുഹമ്മദിലെ 17-ാമത്തെ വചനത്തിൽ പഠിച്ചവൻ പറയാം, ആരാണോ ഹിദായത്ത് സ്വീകരിച്ചത്, ആരാണോ മാർഗദർശനം സ്വീകരിച്ചത്, അവരുടെ മാർഗദർശനത്തെ അല്ലെങ്കിൽ മാർഗത്തെ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. പടച്ചവനാണ് നന്മയുടെ മാർഗത്തിലൂടെ നയിക്കുന്നതിന് ഒരു വിശ്വാസിയുടെ ആത്യന്തികമായ വഴികാട്ടി. അല്ലാഹു ആ വിശ്വാസം സ്വീകരിക്കുകയും നന്മയുടെ മാർഗത്തിലൂടെ നടക്കുവാൻ നിശ്ചയിക്കുകയും ഏതെങ്കിലും രൂപത്തിലുള്ള മുൻധാരണകളോ അഹങ്കാരമോ ആഢ്യത്വമോ ഇക്കാര്യത്തിൽ മനുഷ്യന് മറയാകാതിരിക്കുകയും ചെയ്യുമെങ്കിൽ മനുഷ്യന് ആ രംഗത്ത് മാർഗദർശനം നൽകുവാൻ അല്ലാഹു സൗകര്യമൊരുക്കും എന്നർത്ഥം. ഇതേപോലെ തന്നെ വലാലത്തിന്റെ വിഷയവും നമുക്കറിയാമല്ലോ, ഫീ ഖുലൂബിഹിം മറദ് ഫസാദഹുമുല്ലാഹു മറദ. അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട്, അതുകൊണ്ട് അല്ലാഹു ആ രോഗത്തെ വർദ്ധിപ്പിച്ചു. സൂറത്തുൽ ബഖറയിലെ 8-ാമത്തെ വചനം. അല്ലാഹു അവരുടെ ഹൃദയത്തിലുള്ള രോഗം, ആ രോഗം ഉണ്ടായത് അവരെ കൊണ്ടാണ്, അവരുടെ കാര്യമാണ്. എന്നാൽ അല്ലാഹു അത് വർദ്ധിപ്പിക്കുന്നു. ഈ വചനങ്ങളെല്ലാം പലപ്പോഴും തെറ്റിദ്ധാരണാജനകമായി ഉദ്ധരിക്കപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് മശീഅത്തിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചപ്പോൾ ഓരോന്നും വിശദീകരിച്ചു പോന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം, അല്ലാഹുവിന്റെ ഉദ്ദേശം അതനുസരിച്ചാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഉദ്ദേശത്തിന്റെ ഭാഗമാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം എങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ടത് എന്ന കാര്യത്തിലുള്ള നിശ്ചയത്തെ പോലെ മനുഷ്യർ അവർക്ക് നൽകിയ സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി നന്മ സ്വീകരിക്കുന്നവരെ അല്ലാഹു നന്മയിലൂടെ നയിക്കുന്നു. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തിന്മയുടെ മാർഗം സ്വീകരിക്കുന്നവരെ അല്ലാഹു തിന്മയിലൂടെ നയിക്കുന്നു. ഈ നമ്മുടെ ഉദ്ദേശമുണ്ടല്ലോ, നമ്മൾ ഈ സ്വീകരിക്കുവാൻ ഉപയോഗിക്കുന്ന കഴിവ്, ഇതുപോലും ആത്യന്തികമായി അല്ലാഹു നൽകിയതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറഞ്ഞത്, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. 81-ാമത്തെ അധ്യായം സൂറത്തുൽ തക്വീറിലെ അവസാനത്തെ വചനം, 29-ാമത്തെ വചനം. അവർ ഉദ്ദേശിക്കുന്നില്ല, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ. അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് വിധേയമായിട്ടാണ് മനുഷ്യർക്കെല്ലാം ഉദ്ദേശിക്കാൻ കഴിയുന്നത്. മനുഷ്യർക്ക് ഈ സ്വാതന്ത്ര്യം നൽകിയത് അള്ളാഹുവാണ്. മനുഷ്യർക്ക് നന്മ സ്വീകരിക്കുവാൻ ആവശ്യമായ അവസരങ്ങൾ നൽകിയത് അള്ളാഹുവാണ്. മനുഷ്യർക്ക് നന്മയും തിന്മയും സ്വീകരിക്കുവാൻ ആവശ്യമായ കഴിവും തന്റെ ഇടവും ബുദ്ധിയുമെല്ലാം നൽകിയത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് വിധേയമാണ് മനുഷ്യരുടെ ഉദ്ദേശം. നാലാമതായി നമ്മൾ മനസ്സിലാക്കി വന്നത് അള്ളാഹുവിന്റെ അറിവ്, രണ്ടാമത്തേത് രേഖ, മൂന്നാമത്തേത് പടച്ചവന്റെ ഉദ്ദേശം, നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖൽഖാണ്, പടച്ചവന്റെ സൃഷ്ടിയാണ്. ഈ 4 കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വിധിവിശ്വാസത്തെക്കുറിച്ചുള്ള അറിവുണ്ടായി കഴിഞ്ഞു എന്നാണ് പണ്ഡിതന്മാർ പറയുക. ഖൽഖ് എന്ന് പറഞ്ഞാൽ എല്ലാം സൃഷ്ടിക്കുന്നത് അല്ലാഹുവാണ് എന്നുള്ള വിവരമാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇ.